മാരകമായ ലിംഫോമോ ടങ്ക് എന്ന് പറയുന്ന ഒരു അപൂർവമായ രോഗം ബാധിച്ചിട്ട് എൻ്റെ മോന് വല്ലാത്തൊരു വിഷമം അനുഭവിക്കുകയാണ്. കാരുണ്യ മനുഷ്യരായ നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഈ മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോകാൻ സാധിച്ചത്. നിങ്ങൾ സഹായിച്ചിട്ടാ. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ പൊന്നുമോൻ്റെ രോഗത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി മാത്രമല്ല, എൻ്റെ മോൻ്റെ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയ ഒരു പിതാവാണ് ഞാൻ. എന്നോട് ഫിറോസ് പലപ്പോഴും എൻ്റെ മോൻ പറയുന്നൊരു വാക്കുണ്ട്, വേദനിക്കുന്നു. ഇന്ന് രാവിലെയും എണീക്കുന്ന സമയത്ത് എനിക്ക് നാവ് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷമിക്കല്ലേ, ടെൻഷനാവല്ലേ മോനെ, ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ടെന്ന് ആ മോനോട് പറയുമ്പോൾ ആ മോൻ എന്നോട് പുഞ്ചിരിച്ച് പറയുന്നൊരു ചോദ്യമുണ്ട്. പുഞ്ചിരിച്ചിട്ടാ ചോദിക്കുന്നത്, ഉപ്പ ഞാൻ ടെൻഷനാക്കൂല, ഞാൻ വേദനയാവൂല, ഉപ്പാന്റെ നാവ് എനിക്ക് തന്നാ മതി, എൻ്റെ നാവ് ഉപ്പ എടുത്താൽ മതി, എൻ്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോൻ അനീസിന് ഞാൻ എൻ്റെ നാവ് പകുത്തു നൽകും. ഇത് വല്ലാഹി ഹക്ക്. എൻ്റെ മോൻ്റെ ഓരോ വേദനകളും എനിക്ക് പറ്റുന്നില്ല. നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന മോനാ, എന്നും കിടന്നുറങ്ങുന്ന മോനല്ല. പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന, ഞാൻ എപ്പോൾ അൽഫാമ് തിന്നു, ഞാൻ എപ്പോൾ ഷവർമ തിന്നു, ഇത് 1.5 മാസം കൊണ്ട് 1 മാസം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമല്ല. കഴിഞ്ഞ 6 വർഷമായി എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. നന്മയാർന്ന പൊതുസമൂഹത്തോട് എനിക്കിങ്ങനെ സഹായം ചോദിക്കാൻ വല്ലാത്ത മടിയുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. മറ്റുള്ളവർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ദുആവും ഞാൻ മരണം വരെ ഈ ഒരു ചാരിറ്റി മേഖലയിൽ എന്നെ കൊണ്ട് പറ്റുന്ന നിലക്ക് രോഗികളെ സഹായിക്കും. ജാബിർ നിസാമി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ തന്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ കണ്ടതാ. മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലാണ് ആ കുഞ്ഞിന്റെ നാവുള്ളത്. നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നതെങ്കിൽ, നമ്മുടെ കുടുംബത്താണ് ഇതുപോലുള്ള ഒരു കുഞ്ഞുണ്ടായതെങ്കിൽ, ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഈ പിതാവിന്റെ കണ്ണീര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കോ നിങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ചെറിയ ചെറിയ സംഖ്യകളായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ ഈ നിൽക്കുന്ന ഈ ഒരു പണ്ഡിതന്റെ, അതല്ലെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ഒരു മനുഷ്യന്റെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പറയുന്ന ജാബിർ ഉസ്താദിന്റെ മകന് മുഹമ്മദ് അനീസ് എന്ന് പറയുന്ന ആ പൊന്നുമോന് 80 ലക്ഷം രൂപയാണ് അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്.